Hi everyone. നമുക്ക് മെൻസുറേഷൻ എന്നുള്ള ടോപ്പിക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. An arc on a circle whose length is 19.25 centimeter subtends 18 degree angle at the center. What is the area of the circle? ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിന് എന്താണ്, ഒരു ആർക്ക് ഉണ്ട്. ഓക്കെ, സർക്കിൾ ഞാൻ റഫ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിന് എ ബി എന്നൊരു ആർക്ക് ഉണ്ട്. ഈ ഫിഗറിനൊന്നും ഒരു ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ചെയ്യാൻ ഫോർമുല മാത്രം മതി. ആർക്ക് സെന്റർ സർക്കിളിന്റെ ആംഗിൾ എന്ന് വെച്ചാൽ 18 ഡിഗ്രിയാണ്. ഓക്കെ, ആർക്കിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയെന്നുള്ളത്, ആർക്കിന്റെ ലെങ്ത് 19.25 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്ന സർക്കിളിന്റെ ഏരിയ ആണ്. ഓക്കെ, ഈ ഫിഗറിന്റെ ഒരു ആവശ്യമില്ലെങ്കിൽ ചുമ്മാ വരച്ചെന്നേ ഉള്ളൂ. നമുക്ക് എക്സാമിൻ ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയാം. എന്താണ് ഫോർമുല നമുക്കറിയാം. ലെങ്ത് ഓഫ് ആൻ ആർക്കിന്റെ ഫോർമുല എന്താണ്? L ഈക്വൽ ടു തീറ്റ ബൈ 360 ഇൻറ്റു 2πr. ഓക്കെ, തീറ്റ ബൈ 360 ഇൻറ്റു 2πr. ഓക്കെ, എന്താണ് തീറ്റ എന്ന് വെച്ചാൽ, തീറ്റ ഇസ് ദ ആംഗിൾ ദാറ്റ് ആർ മേക്സ് അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. അതായത് ഈ 18 ഡിഗ്രി ആണ് നമ്മുടെ തീറ്റ എന്ന് പറയുന്നത്. അതേപോലെ ആർ എന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. ലെങ്ത് എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ദ ആർക്ക് ആണ്. ലെങ്ത് ഓഫ് ദ ആർക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, എത്രയാണ്? 19.25 സെന്റിമീറ്റർ. ഈ 0.25, 0.75 അതൊക്കെ വെച്ച് തീരുന്ന നമ്പേഴ്സിനെ നമ്മൾ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഹോൾ നമ്പർ ആയി പെട്ടെന്ന് കിട്ടും. ഓക്കെ, അതായത് 19.25 ഇൻറ്റു 4 കൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ബൈ 4 ചെയ്താൽ മതി. 19 ഇൻറ്റു 4 എത്രയാണ്? 76.25 ഇൻറ്റു 4 എന്ന് വെച്ചാൽ 1. 76 1 77. അപ്പൊ 77/4 ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഓക്കെ, 19.25 തന്നെ എനിക്ക് എങ്ങനെ എഴുതാം? 77/4 എന്നും കൂടെ എഴുതാം. അപ്പം എന്ത് ചെയ്യാൻ, എങ്ങനെയും എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 77/4 ഈക്വൽ ടു തീറ്റ ബൈ 360. തീറ്റ എന്ന് പറഞ്ഞാൽ 18/360 ഇൻറ്റു 44/7 ആർ. 44/7 ആർ. ഓക്കെ, അപ്പം 77ഉം 44ഉം ക്യാൻസൽ ചെയ്തു അല്ലെ. 7:4 എന്നുള്ള റേഷ്യോ നമുക്ക് എടുക്കാം. അതിൽ നിന്ന് 18 360 എത്ര ആണോ? 18 ഇൻറ്റു 20 ടൈംസ് ആണ് 360 എന്ന് പറഞ്ഞാൽ 24 വീണ്ടും കട്ടാവും. ഓക്കെ, 5 ആവും. ഓക്കെ, അപ്പം റേഡിയസ് എത്ര വരും? ആർ ഈക്വൽ ടു 7 ഇൻറ്റു 7 ഇൻറ്റു അടിയിലൊരു 5 അല്ലേ, 49 ഇൻറ്റു 5. 49 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 245. 245 ബൈ എത്രയുണ്ട്? ഒരു 4 ഉണ്ട് അല്ലെ. 245/4 ആണ് എന്തിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ റേഡിയസിന്റെ വാല്യൂ. നമുക്ക് 245/r കിട്ടി. നമുക്ക് എന്താണ് ഏരിയ ഓഫ് ദ സർക്കിൾ ആണ് വേണ്ടത്. അപ്പൊ πr² ആണ് വേണ്ടത്. ഓക്കെ, πr² ആണ് വേണ്ടത്. അപ്പൊ πr² എന്ന് പറയുമ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഏരിയ ഈക്വൽ ടു 245/r, 245/4 into 245/4 divided by 245/4 into 245/4 divided by അല്ല, സോറി, മൾട്ടിപ്ലൈ ബൈ ആണ്. മൾട്ടിപ്ലൈ ബൈ പൈ അല്ലേ, πr² അല്ലെങ്കിൽ പൈ ഇൻറ്റു 245/4 ഇൻറ്റു 245/4. ഓക്കെ, അപ്പം ഇൻറ്റു 22/7. എങ്ങനെയാ? 7 245 കട്ട് ചെയ്തു. എത്ര? 35 ടൈംസ് കട്ട് ചെയ്തു. അതേപോലെ തന്നെ 4ഉം 11ഉം കട്ടാവും അല്ലേ. 4ഉം 22ഉം കട്ടാവും. അപ്പം 35 ഇൻറ്റു വെച്ചാൽ 385. 385 ഇൻറ്റു 245/8 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, കോസ്റ്റിംഗ് കുറച്ച് കാൽക്കുലേറ്റീവ് ആണെന്നേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പം ചെയ്യാം. 385 ഇൻറ്റു 245 ചെയ്ത് നോക്കുക, എന്നിട്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എളുപ്പമാണ്, കാൽക്കുലേഷൻ്റെ ഉള്ളൂ. ഓക്കെ, 385 ഇൻറ്റു 245. 385 ഇൻറ്റു 5 ആദ്യം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? 385 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പകുതി എടുത്താൽ മതി. 3850യുടെ പകുതി 1925. ഓക്കെ, 385 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 770 കിട്ടും. 770യുടെ ഇരട്ടിയാണ് ഇൻറ്റു 4 ചെയ്യുമ്പോൾ. അപ്പോൾ 1540. 1540. രണ്ട് സീറോ ഇട്ട് എടുക്കുക. 385 ഇൻറ്റു 2 ആണ് അല്ലേ. അപ്പം 770. ഓക്കെ, ആഡ് ചെയ്ത് നോക്കുക, എത്ര വരും? 5 2 3 7 4 കട്ടല്ലേ, 13 14. അതെ,
9. ഓക്കെ, അപ്പൊ 943.25 എനിക്ക് കിട്ടി. 943.25 ആണ് എനിക്ക് വേണ്ട ആൻസർ എന്ന് പറയുമ്പോൾ ആൻസർ എല്ലാം എന്താണ് അടുപ്പിച്ചടുപ്പിച്ചുള്ള ആൻസർ ആണ് അല്ലേ? കുറച്ച് കാൽക്കുലേറ്റീവ് ആണ്. അപ്പം 8 വെച്ച് കഴിയുമ്പം എന്ത് കിട്ടും? 1188 63 വരുമ്പം 7 വരും. 117 ഉള്ള ആൻസർ ഉണ്ട് അല്ലേ? ഓക്കെ, 7 ഓക്കെ, 1179 വരുന്ന രണ്ട് ഇതുണ്ട്. ഇപ്പം അതും പറ്റൂല. 1179 പോയിന്റ് സംതിങ് വരും, അങ്ങ് 790 പോയിന്റ് സംതിങ് വരും, അങ്ങനെയുള്ള ഒരു ആൻസർ ഉണ്ട്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 11,790.625 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, കാൽക്കുലേറ്റീവ് ആണെന്നേ ഉള്ളൂ, വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എളുപ്പം എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റില് ആദ്യമേ ചെയ്യാൻ നിൽക്കില്ല, ആദ്യമേ സ്കിപ്പ് ചെയ്യണം. സ്കിപ്പ് ചെയ്തിട്ട് ടൈം ലാഭിച്ചിട്ട് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് ഇതൊക്കെ ചെയ്യാം. ഓക്കെ, കാരണം അത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു വരുന്ന ഒരു കോൺഫിഡൻസ് കൂടെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതും ആദ്യമേ ബ്ലാങ്ക് ആയിട്ട് ഇതുപോലുള്ള കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതും രണ്ട് ഡിഫറെന്റ് ആണ്. എക്സാം എന്ന് പറഞ്ഞാൽ കുറെ മെന്റൽ ആസ്പെക്ട് കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൂടെ കൺസിഡർ ചെയ്ത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം? ആദ്യം അറ്റൻഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ലാസ്റ്റ് നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ട് പിന്നീട് സെക്കൻഡ് റൗണ്ട് വരുമ്പോഴാണ് ഇതുപോലുള്ള കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം ടക്കടക്കേന്ന് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്തോണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ മെറ്റാലിക് ക്യൂബ് ഹാസ് ഈച്ച് ഓഫ് ഇറ്റ് സൈഡ്സ് ഓഫ് ലെങ്ത് 12 centimeter. It is melted and recast into 3 small cubes. Out of these cubes, 2 have their sides as 6 centimeter and 8 centimeter respectively ആണ്. The length of each side of the തേർഡ് ക്യൂബ് ഈസ്. ഓക്കെ, അതായത് ഒരു വലിയൊരു ക്യൂബ് ഉണ്ട്, വലിയ ക്യൂബ് 12 സെന്റിമീറ്റർ ഉള്ള ഒരു വലിയ ക്യൂബ് ഉണ്ട്. അതിനെ എന്ത് ചെയ്ത് മെൽറ്റ് ചെയ്ത് അതിനെ റീകാസ്റ്റ് 3 സ്മാൾ ക്യൂബായിട്ട് റീകാസ്റ്റ് ചെയ്തു. ഓക്കെ, റീകാസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ ക്യൂബിന്റെ ആദ്യത്തെ ക്യൂബിന്റെ സൈഡ് 6 സെന്റിമീറ്ററും രണ്ടാമത്തെ ക്യൂബിന്റെ 8 സെന്റിമീറ്ററും മൂന്നാമത്തെ ക്യൂബിന്റെ നമുക്ക് അറിയാം, നമ്മൾ വേണമെങ്കിൽ എന്താണ് എക്സ് ആയിട്ട് എടുക്കാം. മൂന്നാമത്തെ ക്യൂബിന്റെ ലെങ്ത് എന്ന് വെച്ചാൽ എക്സ് ആണ്. ഓക്കെ, ഓക്കെ, അപ്പം മൂന്നാമത്തെ സൈഡിന്റെ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, മൂന്നാമത്തെ ക്യൂബിന്റെ സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്യൂബിനെ എടുത്ത് മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 3 ഡിഫറെന്റ് ക്യൂബ്സ് ഉണ്ടാവും, പക്ഷെ എന്ത് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും? വോളിയം കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. വോളിയത്തിന് ചേഞ്ചേ വരുന്നില്ല. വോളിയം ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഓക്കെ, അപ്പോൾ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അത്ര ഉള്ളൂ ഇതിന്റെ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ. ടോട്ടൽ വോളിയം എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ വോളിയം റിമെയിൻസ് സെയിം. ഓക്കെ, ടോട്ടൽ വോളിയം ഈസ് സെയിം. ഓക്കെ, അപ്പം വോളിയം ഡിസ്ട്രോയ് ആവുന്നില്ല. ഓക്കെ, ടോട്ടൽ വോളിയം ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഫസ്റ്റ് കേസിൽ ആദ്യം ആ വലിയ ക്യൂബ് ഉണ്ടായിരുന്നപ്പോൾ വോളിയം എന്താണ്? 12 ക്യൂബ് ആണ്. 12 ക്യൂബ്. രണ്ടാമത്തെ കേസിലോ? രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 3 ക്യൂബ് ഉണ്ടാവും. 3 ക്യൂബിന്റെ വോളിയത്തിന്റെ സം എന്ന് വെച്ചാൽ ഈ ഒറിജിനൽ ക്യൂബിന്റെ വോളിയത്തിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ബിക്കോസ് വോളിയം ഈസ് നെയ്തർ വോളിയം ക്യാൻ നെവർ ബി ഡിസ്ട്രോയ്ഡ്. ഓക്കെ, അപ്പം 6 ക്യൂബ് പ്ലസ് 8 ക്യൂബ് പ്ലസ് എക്സ് ക്യൂബ്. ഓക്കെ, എത്ര വരും? 1728 ഈക്വൽ ടു 216 പ്ലസ് 8 ക്യൂബ് എത്രയാണ്? 512 പ്ലസ് എക്സ് ക്യൂബ്. ഓക്കെ, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം 728 കിട്ടും. ഇത് 1728 മൈനസ് 728 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1000 കിട്ടും. എക്സ് ക്യൂബ് 1000 ആണ്, അതായത് എക്സിന്റെ പേര് എന്താണ്? 10 ആണ്. ഓക്കെ, ഇതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. ഇത് ജസ്റ്റ് ചുമ്മാ ഓർത്ത് വെച്ചു. അതായത് ഈ 12 ക്യൂബ് എന്ന് വെച്ചാൽ 12 ക്യൂബ് ഈക്വൽ ടു സം ഓഫ് 6 ക്യൂബ് പ്ലസ് 8 ക്യൂബ് പ്ലസ് 10 ക്യൂബ്. രണ്ടൊന്ന് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഓർത്ത് വെച്ചോ. ഓക്കെ, 6 ക്യൂബിന്റെ 8 ക്യൂബിന്റെ 10 ക്യൂബിന്റെ സം ആയിരിക്കും 12 ക്യൂബ് എന്ന് പറയാം. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അടുത്തത്. ഓക്കെ, ഇത് എളുപ്പമുള്ളതാണ്. ഇതിൽ ചെറിയൊരു ടെസ്റ്റ് വരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എ പെട്രോൾ ടാങ്ക് ഈസ് ഓഫ് ടെസ്റ്റ് ഇല്ല, ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു കൺവേർഷൻ. പെട്രോൾ ടാങ്ക് ഈസ് ഓഫ് ലെങ്ത് 50 മീറ്റർ, ബ്രെഡ്ത്ത് 25 മീറ്റർ ആൻഡ് ഡെപ്ത് 10 മീറ്റർ. ഓക്കെ, ഒരു പെട്രോൾ ടാങ്ക് ഉണ്ട്, അതെന്താണ്? ഒരു ക്യൂബോയിഡൽ ഷേപ്പ് ആണ്. അപ്പം 50 ഇൻറ്റു 25 ഇൻറ്റു 10 ഡയമെൻഷൻസിൽ വരുന്നതാണ് നമ്മുടെ ഈ പെട്രോൾ ടാങ്ക് എന്ന് വെച്ചാൽ. Okay, how many liters of petrol can be accommodated in the petrol tank when it is completely
ഫിൽഡ്. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആകുമ്പോൾ എത്ര ലിറ്റർ പെട്രോൾ അതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ. അങ്ങനെ വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വോളിയം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എത്ര ലിറ്റർ പെട്രോൾ ആണ് വോളിയം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം വോളിയം എന്ന് പറയുമ്പോൾ എന്താണ്? 50, 25, 10 ടൈംസ് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നേ ഉള്ളൂ. വോളിയം എത്ര കിട്ടും? 25, 125, 125 പിന്നെ 2 സീറോ. ഓക്കെ, 125, 2 സീറോ. ഇത്ര എന്താണ്? ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് ആണ്. സെന്റിമീറ്റർ അല്ല, മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, ഇത്രയും മീറ്റർ ക്യൂബ് ആണ് എന്ന് പറഞ്ഞാൽ വോളിയം എന്ന് പറഞ്ഞാൽ 50 മീറ്റർ, 25 മീറ്റർ, 10 മീറ്റർ. ഓക്കെ, അപ്പം 25, 125 കറക്റ്റ് അല്ലേ? 1250 മീറ്റർ ക്യൂബ്. എത്ര ലിറ്റർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ശ്രദ്ധിച്ചോ, നമുക്ക് അറിയേണ്ട രണ്ട് ഇത് ഞാൻ പറഞ്ഞു. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ്. അതേപോലെ 1 മീറ്റർ ക്യൂബ് എന്ന് വെച്ചാൽ 1000 ലിറ്റേഴ്സ് ആണ്. ഓക്കെ, 1 മീറ്റർ ക്യൂബ് എന്ന് വെച്ചാൽ 1000 ലിറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ 12500 മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 125 ഇത് ഇൻറ്റു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എന്തെങ്കിലും ഒരു 3 പൂജ്യം കൂടെ എക്സ്ട്രാ വരും. ഇത്രയും ലിറ്റർ ആണ്. ഓക്കെ, ഓപ്ഷൻ എ. ഓക്കെ, വേറെ ഒന്നും ഇല്ല. ഇത് പലപ്പോഴും അറിയാത്ത ആൾക്കാർ ചിലപ്പോൾ കണ്ണടച്ച് എന്ത് ചെയ്യും? നമ്മുടെ ആൻസർ ഇവിടെ തന്നെ ഉണ്ട്. ഇത്ര മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞ് കുത്തും. ഓക്കെ, ശ്രദ്ധിച്ചോണം. എന്താണ് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ്. അതേപോലെ തന്നെ ഒരു സെന്റിമീറ്റർ ക്യൂബ്, ഒരു മീറ്റർ ക്യൂബ് എന്ന് വെച്ചാൽ 1000 ലിറ്റേഴ്സ്. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ,